ഹലോ ഹായ് എവ്രി വൺ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ടീച്ചേഴ്സ്, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ലെസൺ 17 ഓക്സിലറി വേർബ്സ്. അതായത് ഇന്നത്തെ ലെസണിൽ നമ്മൾ ഓക്സിലറി വേർബ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സഹായക ക്രിയകൾ. ഈ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് സഹായക ക്രിയകളാണ്. അതായത് ഈ വേർബ്സിനെയും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ഓക്സിലറി വേർബ്സ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ലെറ്റ് us discuss what is auxiliary verbs and the rules, how it's form sentences, what is its importance. So let us discuss. Shall we start? So auxiliary verbs are also called helping verbs. They are used to form various tense, mood, voice, etc. of the main verb. Auxiliary verbs are function words which have only a grammatical function as opposed to picture words or content words. So the major function of a auxiliary verb to helping a verb, അതായത് ഒരു വെർബിനെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ ഒരു വെർബിനെ ഹെൽപ്പ് ചെയ്യുന്ന ക്രിയകളെയാണ് ഓക്സിലറി വേർബ്സ് എന്ന് വിളിക്കുന്നത്. ദേ യൂസ് ടു ഫോം വാരിയസ് ടെൻസ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെൻസസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടെൻസ് ഏതൊക്കെയാണ്? 3 കാലഘട്ടങ്ങൾ ഇതാക്കാൻ വേണ്ടിയിട്ട് ടെൻസ് ഇതാക്കാൻ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മൂഡ്സ്, വോയിസസ്, ഇങ്ങനെയൊക്കെ സെൻറ്റൻസ് ഓരോ ഇതൊന്നും മാറ്റാൻ ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സഹായക ക്രിയകളെയാണ്. ഇത് മെയിൻ വേർബ്സിൻ്റെ കാര്യത്തിലാട്ടോ. മെയിൻ വേർബ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് ഈ ഓക്സിലറി വേർബ്സിൻ്റെ ഒരു കാര്യം വെച്ചാൽ അതൊരു ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് സ്ട്രെസ് ചെയ്ത് പറയുകയാണെങ്കിലും ഓക്സിലറി വേർബ്സിന് അവിടെ അത്ര ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അത് സ്ട്രെസ് ചെയ്ത് പറയില്ല. അത് ഒൺലി എ ഹെൽപ്പിംഗ് വേർബ്, അത്ര മാത്രമേ ഉള്ളൂ ഓക്സിലറി വേർബിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയാം. 2-3 എക്സാമ്പിൾ പറയട്ടെ. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഹി ഹാസ് ഫിനിഷ്ഡ് ദ ജോബ്. ഐ വിൽ ബി ദെയർ ഇൻ 1 hour. ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണ്. അപ്പോൾ ഇതിലൊക്കെ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, ഇതിലൊന്നും ആ ആമിന് അത്ര സ്ട്രെസ് വരുന്നില്ല. ഇനി ഓക്സിലറി വേർബ്സിൻ്റെ ലിസ്റ്റാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക എല്ലാവരും. ബി എന്ന് വയ്ക്കുമ്പോൾ അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ആം, ആർ, ഈസ്, വാസ്, വെയർ, ബീങ്. ക്യാന് പറയുമ്പോൾ ക്യാന്, കുഡ്. ഡു, ഡിഡ്, ഡസ്, ഡൂയിങ്. ഹാവ് പറയുമ്പോൾ ഹാസ്, ഹാഡ്, ഹാവിങ്. മേ പറയുമ്പോൾ മേ, മൈറ്റ്, മസ്റ്റ്, ഷോൾ, ഷുഡ്. ദെൻ വിൽ, വുഡ്, യൂസ് ടു. അതൊക്കെ പറഞ്ഞത് വി ആർ യൂസ്ഡ് ടു വിത്ത് ദിസ് സിസ്റ്റം എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ ഡെയർ, നീഡിന് ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ആസ്പെക്റ്റിലും പറയുന്നുണ്ടായിരിക്കും നീഡ്, നെഗറ്റീവ് ആസ്പെക്റ്റിലും പറയുന്നുണ്ടായിരിക്കും. ഡെയർ. സം ഓക്സിലറി വേർബ്സ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് ഫുൾ വേർബ്സ്. ചില സിറ്റുവേഷൻസിൽ, അതായത് ചില കോണ്ടെക്സ്റ്റുകളിൽ ഓക്സിലറി വേർബ്സ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്സിലറി വേർബ്സ് എന്ത് ചെയ്യുന്നു? അവിടെ മെയിൻ വേർബായിട്ട് അല്ലെങ്കിൽ മേജർ വേർബ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഐ ഹാവ് എ പെൻ എന്ന് പറയുമ്പോൾ ആ ഹാവിനാണ് അവിടെ. ഹാവ് അവിടെ ഒരു പൊസസിങ്, അല്ലെങ്കിൽ അത് എൻ്റെതാണ്, ഓൺ, അല്ലെങ്കിൽ ഞാനാണ് അതിൻ്റെ ഓണർ എന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഓക്സിലറി വേർബ്സും അവിടെ ചില സമയങ്ങളിൽ ഫുള്ളായിട്ട് മേജർ വെർബായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ഗോൺ ദെയർ ബിഫോർ. അപ്പോൾ അതവിടെ ഒരു ഓക്സിലറി ഇതാണ് കൊടുക്കുന്നത്. മറ്റേതെന്ന് പറയുമ്പോൾ ഐ ഹാവ് എ പെൻ എന്ന് പറയുമ്പോൾ അവിടെ മേജർ പൊസഷൻ ആ ഹാവിനാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയും വരുന്നുണ്ട് കേട്ടോ. സെൻറ്റൻസസ് മാറുന്നതിനനുസരിച്ച് അവിടെ ചിലപ്പോൾ ഓക്സിലറി വേർബ്സ് ഒരു വെർബിൻ്റെ ഡ്യൂട്ടി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ചില സ്പെഷ്യൽ യൂസസ് എന്തൊക്കെയാണ്? ഓക്സിലറി വേർബ്സിൻ്റെ സ്പെഷ്യൽ യൂസസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്.
അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് മേയും മൈറ്റും, മേൻ്റെയും അതുപോലെ തന്നെ മൈറ്റ് എന്നുള്ള സെൻറ്റൻസ് ഇതിൻ്റെയും വേർഡിൻ്റെയും യൂസാണ് പറയുന്നത്. നോർമലി വി സേ ദാറ്റ് മൈറ്റ് ഈസ് പാസ്റ്റ് ടെൻസ് ഓഫ് മേ എന്ന് പറയുന്നത് മൈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് എന്നാണ് പറയുന്നത്, അത് മേ ഓർ മൈറ്റ് പറയുമ്പോൾ. ബട്ട് സം ഗ്രമേറിയൻസ് ട്രീറ്റ് മേ ആൻഡ് മൈറ്റ് ആസ് 2 സെപ്പറേറ്റ് വേർബ്സ്. പക്ഷേ ഗ്രമേറിയൻസ് കണക്കാക്കുന്നത് ഈ മേയും മൈറ്റും 2 സെപ്പറേറ്റ് വേർബ്സാണ്, 2 സെപ്പറേറ്റ്. ശരിക്കും മേ എന്നുള്ളത് ഈ മൈറ്റ് എന്നുള്ളത് മേൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷേ ഗ്രമേറിയൻസ് പറയുന്നത് അത് രണ്ടും സെപ്പറേറ്റ് വേർബ്സ് ആണ്, വിത്ത് എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് മീനിങ് വിത്ത് ദെയർ ഓൺ പാസ്റ്റ് ടെൻസ്. അതായത് അവരെ പാസ്റ്റ് ടെൻസിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ്, അതായത് ഈ മേൻ്റെയും മൈറ്റിൻ്റെ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ, നേരിയ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നുള്ളൂ. ദ പാസ്റ്റ് ടെൻസ് ഓഫ് മേ ഈസ് മേ ഹാവ്. അതായത് മേൻ്റെ അക്കോർഡിംഗ് ടു ദ ഗ്രമേറിയൻസ്, അതായത് ഗ്രമേറിയൻസിൻ്റെ അഭിപ്രായത്തിൽ മേൻ്റെ പാസ്റ്റ് ടെൻസ് മേ ഹാവും അതുപോലെ തന്നെ മൈറ്റിൻ്റെത് മൈറ്റ് ഹാവും ആണ്. ബോത്ത് വേർബ്സ് കമ്പൈൻ ഡൗട്ട് വിത്ത് പോസിബിലിറ്റി. അതായത് ഈ രണ്ട് വേർഡിൻ്റെ ഫങ്ഷൻ എന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ 2 വേർഡിൻ്റെ യൂസ് എന്ന് കാണിക്കുന്നത് ഒന്നെങ്കിൽ കമ്പൈൻ ഓഫ് ഡൗട്ട് വിത്ത് പോസിബിലിറ്റി. അതായത് ഒരു കാര്യത്തിൽ ഒരു നമുക്ക് ചില കാര്യങ്ങൾ ഡൗട്ടോട് കൂടി നോക്കില്ല, പക്ഷേ ഒരു പോസിബിലിറ്റി, സാധ്യത നമ്മളതിൽ കാണുകയും ചെയ്യും. ചിലപ്പോൾ വരും, വരാതിരിക്കുക, അത്തരത്തിലൊക്കെ സാധ്യതകൾ പറയില്ല നമ്മൾ. അത്തരം വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ്, അത്തരം സെൻറ്റൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മേയും മൈറ്റും യൂസ് ചെയ്യുന്നത്. മൈറ്റ് ഷോസ് മോർ ഡൗട്ട് ദാൻ മേ. മൈറ്റ് എന്നുള്ളത് മേനേക്കാളും ഡൗട്ട് കൂടി, അല്ലെങ്കിൽ മേനേക്കാളും പോസിബിലിറ്റി കുറഞ്ഞ, സാധ്യത കുറഞ്ഞ സെൻറ്റൻസസ് ഫോം ചെയ്യാനാണ്. ഇപ്പോൾ അതിന് എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിക്കോളും. ദസ് വി സേ ഇറ്റ് മൈറ്റ് റെയിൻ, ദ പോസിബിലിറ്റി ഓഫ് റെയിൻ ഈസ് മോർ. അതായത് ഇറ്റ് മേ റെയിൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇറ്റ് മേ റെയിൻ എന്ന് പറയുന്ന സമയത്ത് പോസിബിലിറ്റി, അതായത് റെയിനിൻ്റെ പോസിബിലിറ്റി ഈസ് മോർ. അവിടെ റെയിനിൻ്റെ സാധ്യത അല്ലെങ്കിൽ മഴയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തോന്നും. whereas when we say it might rain is possibility is rain is less. അതായത് it might rain എന്ന് പറഞ്ഞാൽ അവിടെ റെയിനിൻ്റെ പോസിബിലിറ്റി അല്ലെങ്കിൽ മഴയ്ക്കുള്ള സാധ്യത വളരെ കുറവായിരിക്കും. സോ മേ ആണ് മൈറ്റിനേക്കാളും കുറച്ചും കൂടി പോസിബിലിറ്റി കാണിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഹി മേ കം ടുമോറോ. അപ്പോൾ മോർ ദാൻ 50% ഓഫ് ചാൻസസ് ഓഫ് ഹിസ് കമ്മിങ്. അതായത് മേ പറയുകയാണെങ്കിൽ അവിടെ ഒരു 50-50 ചാൻസസാണ്, 50%-നേക്കാളും മുകളിൽ അയാൾ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഹി മൈറ്റ് കം ടുമോറോ. ലെസ് ദാൻ 50 ചാൻസസ് ഓഫ് ഹിസ് കമ്മിങ്, അതായത് 50% താഴെ, അത് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ റെയർ ഇതായിരിക്കും, വരാൻ ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മസ്റ്റ് ആൻഡ് ഹാവ് ടു. മസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഹാവ് ടുവിൻ്റെയും യൂസേജാണ് പറയുന്നത്. ബോത്ത് ഷോസ് ഒബ്ലിഗേഷൻ ഓർ നെസസിറ്റി. അതായത് ഇത് രണ്ടും കാണിക്കുന്നത് ഒബ്ലിഗേഷൻ, നമ്മളെ കടമയും അതുപോലെ തന്നെ ആവശ്യമാണ്. ഈ 2 വേർഡ്സ് അല്ലെങ്കിൽ ഈ 2 ഓക്സിലറി വേർബ്സ് കാണിക്കുന്നത് നമ്മളെ ഒബ്ലിഗേഷൻ, കടമയും അതുപോലെ തന്നെ നെസസിറ്റിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് സം ഗ്രമേറിയൻസ് ഫൈൻഡ് എ സ്ലൈറ്റ് ഡിഫറൻറ്റ് ബിറ്റ്വീൻ ദ 2. അപ്പോൾ ഈ ഗ്രമേറിയൻസ് ഇതിൻ്റെ 2 ഡിഫറൻസ്, ഇപ്പോൾ നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രമേറിയൻസ് 2 ഡിഫറൻസ് കാണുന്നുണ്ട്. മസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ലിഗേഷൻ, അത് നമ്മളെ കടമയാണ്. യു മസ്റ്റ് ഡു ദാറ്റ്, നീ അത് ചെയ്തിരിക്കണം, അതെന്താ കടമയാണ്, ഒബ്ലിഗേഷൻ from the speaker. But when we use have to, the obligation is formed outside circumstances and not from the speaker. ഇപ്പോൾ ഈ ഹാവ് ടു വരുന്ന സമയത്ത്, ഹാവ് ടു ആണെങ്കിൽ അവിടെ ഒബ്ലിഗേഷൻ അത് ഒരിക്കലും ആ വ്യക്തിക്കല്ല, മറിച്ച് പുറത്തുള്ള അല്ലെങ്കിൽ വേറെ ആളുകൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത് അവർ ചെയ്യണം, മസ്റ്റ് ഹാവ് ടു ഡു ദാറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കാണ് ഡ്യൂട്ടി വരിക, നമുക്കല്ല. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയാം. യു മസ്റ്റ് ഗോ നൗ, നീ ഇപ്പം തന്നെ പോകണം. യു ഹാവ് ടു ഗോ നൗ.
അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്, ചാൻസസ് ആണ് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ യു ഹാവ് ടു ഗോ നൗ എന്ന് പറയുമ്പം ഇഫ് യു ഡു നോട്ട് ഗോ നൗ ദ ട്രെയിൻ വിൽ ലീവ് ആൻഡ് യു വിൽ മിസ് ഇറ്റ്. അതായത് നീ ഇപ്പോൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നീ ഇപ്പോൾ പോയിട്ടില്ലെങ്കിൽ നിനക്ക് ആ ട്രെയിൻ മിസ്സാവും. അപ്പോൾ പറയുന്നത് അവിടെ ആ ഒരു പോസിബിലിറ്റി, ചാൻസസ് ആണ്. മറ്റേത് നമ്മളെ കടമയാണ്, ഒന്ന് നെസസറി, അതായത് ഒബ്ലിഗേഷൻ, നമ്മളെ കടമയാണ്, മസ്റ്റ് എന്ന് കാണിക്കുന്നത്. അവിടെ ആ കടമ അല്ലെങ്കിൽ ആ കർത്തവ്യം ചെയ്യണം, അല്ലെങ്കിൽ അയാളെ ഒബ്ലിഗൻ്റ് ആണ്, അത് ചെയ്യാനുള്ള ഇതുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് ought to and should. ought to ഷുഡും ആണ്. ബോത്ത് ദീസ് ആർ ഇൻ ദ form of strong advice. There is no obligation, but it will be in your best interest to do what has been told. അതായത് both are ഇൻ ദ ഫോം ഓഫ് സ്ട്രോങ് അഡ്വൈസ്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള അഡ്വൈസ് കാണിക്കാൻ വേണ്ടി. അതൊരിക്കലും ദർ ഇസ് നോ ഒബ്ലിഗേഷൻ, അവിടെ കടമയൊന്നുമില്ല. ബട്ട് ഇറ്റ് വിൽ ഇൻ യുവർ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ടു ഡു വാട്ട് ഹാസ് ബീൻ ടോൾഡ്. പക്ഷേ നമ്മൾ വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ ഇതാക്കുകയും ചെയ്യാം. അങ്ങനത്തെ അത്തരത്തിലുള്ളതാണ് ഓട്ടും ഷുഡും, ought to and should. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്ന യു ഷുഡ് ഓർ ought to come to the party. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ബട്ട് ഇറ്റ് ഈസ് ഇൻ യുവർ ഇൻട്രസ്റ്റ് ടു കം. അത് നമ്മളെ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറയില്ലേ, വ്യക്തികളിൽ ഡിപ്പെൻഡഡ് ആണ്. ഇപ്പോൾ ഷുഡും ഓട്ടും പറയുമ്പോൾ വരാതിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് തീരുമാനിക്കണം എന്നുള്ളത് അത് വ്യക്തി അധിഷ്ഠിതമാണ്, അല്ലെങ്കിൽ വ്യക്തികളിൽ ഇതാക്കിയാണ്. ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തു, വരുന്നതും വരാതിരിക്കുന്നതും നമ്മളെ ഇഷ്ടമാണ്, അത് ആ വ്യക്തിയുടെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് കേട്ടോ. ഇവിടെ അടുത്ത ഇത് പറയുന്നത് യൂസ്ഡ് ടുവിൻ്റെ യൂസേജ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. യൂസ്ഡ് ടു ഷോ സംതിങ് ദാറ്റ് വാസ് ട്രൂ ഇൻ ദ പാസ്റ്റ് ബട്ട് നോട്ട് necessarily anymore. It describes the past habits and in the sense it replaces a simple past tense. അതായത് ഇത് യൂസ് ടു എന്ന് പറയുന്നതിൻ്റെ കാരണം അതിന് ഇവിടെ പണ്ട് നടക്കാനിരുന്ന സംഭവം അല്ലെങ്കിൽ ഇപ്പം നിലവിലില്ലാത്ത സംഭവങ്ങളെക്കുറിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ടു ഉപയോഗിക്കുന്നത്. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന് പകരം യൂസ് ചെയ്യാവുന്ന ഓക്സിലറി വേർബാണ്. അതാണ് യൂസ് ടുവിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. When I was a kid, I used to cry often. But now I don't cry. അപ്പോൾ അതാണ് പറയുന്നത് when I was a kid, ഞാൻ ഒരു കുട്ടിയായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഒരു ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് I used to cry often. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരയുമായിരുന്നു, സ്ഥിരമായിട്ട് കരയുമായിരുന്നു. അല്ലെങ്കിൽ അപ്പോൾ വിചാരിച്ചിപ്പോൾ വലുതാകുമ്പോൾ കരയുന്നുണ്ടോ? ഇല്ല. അതതിൻ്റെ ചാൻസസ് അല്ലെങ്കിൽ അത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നതും പക്ഷേ ഇന്ന് എക്സിസ്റ്റ് ചെയ്യാത്ത സംഭവങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യാനും കാണിക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സസിനെയാണ് യൂസ് ടു എന്ന് പറയുന്നത്. അടുത്തത് നീഡ് കാണിക്കാൻ. നീഡിൻ്റെ യൂസേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നീഡ് ഈസ് യൂസ്ഡ് ഇൻ ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ്സ്. ഇറ്റ് മീൻസ് സംതിങ് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് യു. നീഡിൻറ്റ് ഷോസ് ലാക്ക് ഓഫ് ഒബ്ലിഗേഷൻ. നീഡ് യൂസ്ഡ് ഇൻ ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ്സ്. അതായത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ക്വസ്റ്റ്യൻസിലും അതുപോലെ തന്നെ നെഗറ്റീവിലും ആണ് നീഡിൻ്റെ യൂസേജ്. ഇറ്റ് മീൻസ് സംതിങ് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ്, അതായത് ഇറ്റ് മീൻസ് സംതിങ് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് യു. നീഡിൻ ഷോസ് ദ ലാക്ക് ഓഫ് ഒബ്ലിഗേഷൻ, അല്ലെങ്കിൽ നമ്മളെ കർത്തവ്യബോധമില്ലായ്മയെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അത് എക്സ്പെക്റ്റ് ചെയ്യുക. അതായത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരാൾ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലാണ് ഓക്സിലറി വേർബ്സായ നീഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതൊരിക്കലും ഒബ്ലിഗൻ്റ് അല്ല കേട്ടോ. നമ്മൾ ആ ഒരു ലാക്ക് ഓഫ് ഒബ്ലിഗേഷനും ഇവിടെ പറയുന്നുണ്ട്. യു നീഡ് ടു കം ഹിയർ എവറി ഡേ. അപ്പോൾ അതൊരു എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ പറയുന്നത് യു ആർ എക്സ്പെക്റ്റഡ് ടു ഹിയർ. നിന്നെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ വരാതിരിക്കാം. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ought to
അതുപോലെ തന്നെ ഷുഡിൻ്റെയും ഒരു യൂസേജ് തന്നെയാണ് ഈ നീഡും. ഇനി അടുത്തതായിട്ട് പറയുന്നത് ക്യാൻ, കുഡ്. ഈ ക്യാൻ എന്ന് പറയുന്നത് ക്യാൻ ഷോസ് എബിലിറ്റി. ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു സീക്ക് പെർമിഷൻ. ക്യാൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ഈ ക്യാൻ്റെ കുഡിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ഒന്ന് എബിലിറ്റിയും മറ്റേത് പെർമിഷൻ സീക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഐ ക്യാൻ കുക്ക് വെൽ, ഐ ക്യാൻ സ്പീക്ക് ഫ്രഞ്ച്. കുഡ് ഷോസ് ദ പാസ്റ്റ് എബിലിറ്റി. അപ്പോൾ കുഡ് എന്ന് പറയുന്നത് നമ്മളെ പാസ്റ്റിലുള്ള എബിലിറ്റി അല്ലെങ്കിൽ നമ്മളെ പാസ്റ്റിൽ ഉള്ള എബിലിറ്റിയും അതുപോലെ തന്നെ പെർമിഷൻ സീക്ക് ചെയ്യാൻ നമ്മൾക്ക് എന്തെങ്കിലും പെർമിഷൻസോ എന്തെങ്കിലും വേണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഐ കുഡ് ഡ്രൈവ് വെൽ വെൻ ഐ വാസ് യങ്. എനിക്ക് പണ്ട് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിരുന്നു. ഞാൻ യങ്ങായിരുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്തു എന്നാണ് പറയുന്നത്. കുഡ് ഈസ് മോർ പൊലൈറ്റ് ദാൻ ക്യാൻ ഇൻ സീക്കിംഗ് പെർമിഷൻ. ഈ കുഡ് എന്ന് പറയുന്നത് ക്യാനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓക്സിലറി വെർബാണ് എന്തെങ്കിലും കാര്യത്തിന് പെർമിഷൻ സീക്ക് ചെയ്യാൻ. ഒരു പെർമിഷൻ ചോദിക്കണമെങ്കിൽ ക്യാനേക്കാൾ ഏറ്റവും ഏബിളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേർഡ് എന്നുള്ളത് കുഡ് തന്നെയാണെന്നാണ് പറയുന്നത്. കുഡ് യു ലെറ്റ് മീ ഗോ എ ബിറ്റ് ഏർലി ടുഡേ. ഇന്ന് എന്നെ കുറച്ച് നേരത്തെ പോകാൻ സമ്മതിക്കുമോ? അപ്പോൾ ആ കുഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പൊളൈറ്റ്നെസ്സും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ല ക്യാനേക്കാൾ ഏറ്റവും നല്ല വേർഡ് കുഡാണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഡെയർ. ഡെയറിൻ്റെ യൂസേജ് എന്താണ്? ഡെയർ മീൻസ് ടു ഹാവ് ദ നെസസറി കറേജ്. ഇറ്റ് മെയിൻലി യൂസ് ടു ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ്സ്. അതായത് ഡെയർന്ന് കാണിക്കുന്ന ഡെയറിൻ്റെ മീനിങ് ഇതിന് തന്നെ കറേജ് എന്നുള്ള മീനിങ്ങാണ്. അപ്പോൾ ഈ കറേജിനെ കാണിക്കാൻ വേണ്ടിയിട്ടും അത് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസിലും അതുപോലെ തന്നെ നെഗറ്റീവ്സിലാണ് ഡെയർ എന്നുള്ള ഓക്സിലറി വേർബ്സ് യൂസ് ചെയ്യുന്നത്. ഹൗ ഡെയർ യു എൻ്റർ ഇൻ മൈ ബെഡ്റൂം വിത്തൗട്ട് നോക്കിംഗ്. നീ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ റൂമിലേക്ക് നോക്ക് ചെയ്യാതെ അല്ലാതെ തട്ടാതെ കയറി വന്നത് എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ ഈ ഡെയർ എന്ന് കാണിക്കുന്ന കറേജും അതുപോലെ തന്നെ നെഗറ്റീവ് മനസ്സിലാ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് സെൻറ്റൻസസ്. ഇവിടെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് അല്ലേ ഉള്ളത്. ഇനി അടുത്തത് had better. We used had better within an infinitive without to give advice. When we say it, it means it is in the interest of listener to listen what we say and work accordingly. ഈ ഹാഡ് ബെറ്റർ എന്ന് പറയുമ്പോൾ ഒരു അഡ്വൈസ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ആ അഡ്വൈസിൽ മേ ബി നമുക്ക് കേൾക്കുന്ന ആൾക്ക് ലിസണർക്ക് തോന്നും ഇത് അങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഉപദേശ രൂപേണയായിരിക്കും. ഇപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കിക്കോളൂ, അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. യു ഹാഡ് ബെറ്റർ ഫിനിഷ് ദ വർക്ക് ബൈ 5 o'clock. അപ്പോൾ നീ ആ പറഞ്ഞ ടൈമിനുള്ളിൽ 5 മണീൻ്റെ ഉള്ളിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്, ആ ഡ്യൂട്ടി ചെയ്ത് തീർക്കുന്നതായിരിക്കും നല്ലത്. ഓർ യു വിൽ ബി ഇൻ ട്രബിൾ, അല്ലെങ്കിൽ നീ പ്രശ്നത്തിലായി പോവും, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സ് എന്ന് പറയുമ്പം അവിടെ ആ സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത് എന്താ, ഒരു അഡ്വൈസ് മോഡാണ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ടോണാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ അഡ്വൈസ് ആകുമ്പോൾ ആളുകൾക്ക് ഒന്നും കൂടി ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത് ചില അഡ്വൈസസ് കൊടുക്കാനും അല്ലെങ്കിൽ അഡ്വൈസ് രീതിയിൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുമാണ്. ഇനി ഒരു അടുത്ത എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ യു ഹാഡ് ബെറ്റർ ഗിവ് അപ്പ് ഈറ്റിംഗ് ഫാറ്റി ഫുഡ്സ്. നീ നല്ല ഫാറ്റായിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുമായിരിക്കും നിനക്ക് നല്ലത്. ഓർ യു വിൽ ബിക്കം സിക്ക്, അല്ലെങ്കിൽ നിനക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട്. അത് ലിസണർക്ക് മേ ബി അത് നല്ലൊരു അഡ്വൈസായിട്ട് അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും തോന്നുന്ന രീതിയിലുള്ള വേർഡ്സസിനെ അല്ലെങ്കിൽ സെൻറ്റൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹാഡ് ബെറ്റർ എന്നുള്ള ഓക്സിലറി വേർബ് ചേർക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറഞ്ഞത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്സിലറി വേർബ്സും അത്
അത് ഏതൊക്കെയാണ് ലിസ്റ്റ് ഓഫ് ഓക്സിലറി വേർബ്സും അത് യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റുമാണ്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനിവേ താങ്ക്സ് എവരിബഡി, താങ്ക്സ് എ ലോട്ട്.